അനുശ്രീ, മസ്തകത്തിൽ പരിക്കേറ്റ് ചികിത്സിച്ചുകൊണ്ടിരുന്ന കൊമ്പൻ ചരിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. ഇതിൽ കോടനാട് അഭയാരണ്യ കേന്ദ്രത്തിലായിരുന്നു ആ ചികിത്സയിലുണ്ടായിരുന്നത്. അതിന്റെ പരിക്ക് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടായിരുന്നു. ഏതാണ്ട് ഒരടിയോളം ആഴത്തിൽ 30 മീറ്റർ വ്യാസം. അതിൽ മസ്തകത്തിൽ തന്നെ അതിന്റെ വായുകുംഭം എന്ന് പറയപ്പെടുന്ന ആ ഭാഗത്ത് തന്നെയായിരുന്നു മുറിവ് ഏറ്റിരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ശ്വാസമെടുക്കുന്നതിന് പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തിയിരുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ച് വലിയ രീതിയിലൊരു ആശങ്ക ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, അന്ന് മയക്കുപിടി ഏൽക്കുമ്പോൾ ആ കൊമ്പൻ അത് ചരിഞ്ഞ് വീഴുന്നത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഒരു ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വലിയ രീതിയിലുള്ള ആശങ്ക അപ്പോൾ മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതിനെ അതിജീവിക്കാൻ കഴിയുമോ എന്ന രീതിയിൽ തന്നെ വലിയ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അതിൻ്റെ ആരോഗ്യസ്ഥിതി തീർത്തും മോശമാവുന്ന രീതിയിലേക്ക് എത്തിയിരുന്നു എന്നത് തന്നെയാണ്. ഇപ്പോഴത് പൂർണ്ണമായിരിക്കുന്നു. ആ ആശങ്കകൾ കൃത്യമായിരിക്കുന്നു എന്നത് തന്നെയാണ്. ഇപ്പോൾ കൊമ്പൻ ചരിഞ്ഞിരിക്കുന്നു. കോടനാട് അഭയാരണ്യ കേന്ദ്രത്തിലാണ് ഉള്ളത്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങൾ വരെയും ഡോക്ടർമാർ പറഞ്ഞത് 3 ദിവസത്തിന് ശേഷം മാത്രമേ അതിൻ്റെ ഒരു ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് പൂർണ്ണമായും പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അന്ന് തന്നെയും ഡോക്ടർ അരുൺ സക്രി അടക്കം പറഞ്ഞിരുന്നത് രക്ഷപ്പെടുവാനുള്ളൊരു സാധ്യത 60%, 40%-ഓളം അത് ഹൈ റിസ്കി എന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീട് മയക്കുപിടി ഏറ്റുകഴിഞ്ഞപ്പോൾ പിന്നീട് അതിൻ്റെ ശതമാനക്കണക്ക് വീണ്ടും കുറയുന്ന രീതിയിലേക്കെല്ലാം തന്നെ വന്നിരുന്നു. ചികിത്സിക്കുക എന്നത് തീർത്തും അപ്രായോഗികമായ രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ വന്നു. അതിൻ്റെ ഭക്ഷണം എടുക്കുന്നത് പുല്ല് മാത്രമാവുന്നു, വെള്ളം എടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വന്നിരുന്നു. അതിന് തുമ്പിക്കൈയിലൂടെ വെള്ളം എടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് വന്നിട്ട് വായുവിൽ ഓസിട്ട് കൊടുത്താണ് അതിന് വെള്ളം കുടിപ്പിച്ചിരുന്നത്. ആ രീതിയിലേക്കടക്കം ആരോഗ്യപരമായ വലിയ പ്രശ്നങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അതിൻ്റെ രക്തപരിശോധന ഡോക്ടർമാർക്ക് ലഭിച്ചിരുന്നു. ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞിരുന്നു. അതിനുവേണ്ട ഒരു ചികിത്സയും എല്ലാം ചെയ്തു വരികയായിരുന്നു. അങ്ങനെ തീർത്തും ദുർബലനായ, തീർത്തും ക്ഷീണിതനായ രീതിയിലേക്കെല്ലാം തന്നെ ഈ ആനയുടെ ആരോഗ്യസ്ഥിതി എത്തുകയും ചെയ്തിരുന്നു. അതിനൊടുവിൽ അത് ചരിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇപ്പോഴുള്ളത്. എന്നാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ നടപടികളടക്കം അതിൻ്റെ കൃത്യമായ രീതിയിലേക്ക് അതിൻ്റെ ഒരു പരിചരണവും കാര്യങ്ങളും എല്ലാം തന്നെ ഉറപ്പാക്കാൻ സാധിച്ചിരുന്നുവെങ്കിലും അതിൻ്റെ മസ്തകത്തിലേറ്റ പരിക്ക് ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തിച്ചിരുന്നു എന്നതാണ്. അതിന് തലച്ചോറിലേക്ക് ആ പഴുപ്പ് വന്നിട്ടില്ല എന്ന് തുടക്കത്തിൽ ഡോക്ടർ അരുൺ സക്രിയ പറഞ്ഞിരുന്നുവെങ്കിലും അതിൽ ഏത് രീതിയിലും കാര്യങ്ങൾ മറിയാമെന്ന് അദ്ദേഹം സൂചന നൽകിയിരുന്നു. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, അതിൻ്റെ ആ ഒരു മസ്തകത്തിലെ അതിൻ്റെ ഒരു വ്യാസം കാണുമ്പോൾ അതിന് വലിയ രീതിയിൽ അതിനെ മുറിവേറ്റിരുന്നു എന്നത് തന്നെയാണ് ഉണ്ടായിരുന്നത്. തീർത്തും ക്ഷീണിതനായ രീതിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അല്ല എങ്കിൽ അതിനൊരു മയക്കുപിടി ഏൽക്കുമ്പോൾ മറിഞ്ഞു വീഴുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകില്ലായിരുന്നു. അതുകൊണ്ട് തീർത്തും ക്ഷീണിതനായ, ആരോഗ്യം നശിക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ അതിൻ്റെ ഒരു അവസാന സമയത്തേക്ക് എത്തിയിരുന്നു എന്നതാണ്. അത് തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. അതിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഉയർന്നിരുന്ന വലിയ ആശങ്കകൾ അത് ശരിവയ്ക്കുന്ന രീതിയിലേക്ക് തന്നെ വന്നു. ആന ഇപ്പോൾ കോടനാട് അഭയാരണ്യ കേന്ദ്രത്തിലെ ആ കൊട്ടിലിൽ ആന ചരിഞ്ഞിരിക്കുന്നു. അനുപ്രിയ, അതുപോലെ തന്നെ ആനയെ മറവ് ചെയ്തതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തതയിലേക്ക് അടക്കം വരാനുണ്ട്. കാരണം ഇനി ഇപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കണം. എന്താണ് സംഭവിച്ചിരുന്നു എന്നത്. കാരണം കേരളം ഒന്നടങ്കം ഉറ്റുനോക്കിയ ഒരു സംഭവമായിരുന്നു അന്ന് ആനയെ പിടികൂടുന്നതടക്കമുള്ള കാര്യങ്ങൾ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആശങ്കയും കാര്യങ്ങളും എല്ലാം തന്നെ ഉയർന്നിരുന്നൊരു സംഭവമാണ്. അപ്പോൾ ആനയ്ക്ക് എന്ത് സംഭവിച്ചു, ആനയ്ക്ക് കൃത്യമായിരുന്നു ഏത് രീതിയിൽ അതിനെ പരിചരിക്കാൻ കഴിഞ്ഞു, എന്തായിരുന്നു അതിൻ്റെ ഒരു യഥാർത്ഥത്തിലൊരു മരണകാരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരേണ്ടതുണ്ട്. അതിന് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കണമെങ്കിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായ രീതിയിലുള്ളൊരു അറിവ് നമുക്ക് ലഭ്യമാകൂ. ഏതായാലും നമുക്കറിയാവുന്നത് ഈ പിടികൂടി മൂന്നാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ അതിന് ആന ചരിയുന്നു എന്നതാണ് വന്നിരിക്കുന്നത്. അതിന് കാര്യമായ രീതിയിൽ തന്നെ പരിക്കുണ്ടായിരുന്നു. അത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നതായിരുന്നു. അത് പലപ്പോഴും ഈ ആന ചെളിയും പൂഴിയും വാരി അതിലേക്ക് ഈ മുറിവിലേക്ക് ഇടുന്നൊരവസ്ഥയായിരുന്നു. അന്ന് ആന അവിടെ മയക്കുപിടിയേറ്റ മറിഞ്ഞു വീഴുമ്പോൾ ഈ ഡോക്ടർമാരും എല്ലാ വനപാലകരും അടങ്ങുന്ന സംഘം ആദ്യം ചെയ്തത് ഈ ആനയുടെ മസ്തകത്തിലേറ്റ ഈ പഴുപ്പ് അതൊന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതിൽ ആ സമയം അത്രയും പുഴുവരിക്കുന്ന രീതിയിലേക്ക് അതിൻ്റെ പഴുപ്പിൻ്റെ സ്വഭാവം അത്രയും മാറിയിരുന്നു. അത്രമേൽ ഗുരുതരമായ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. ചെളിയും അതോടൊപ്പം തന്നെ പുഴുക്കളും നിറഞ്ഞ രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരുന്നു. ഈ വായുകുംഭം എന്നറിയപ്പെടുന്ന ഈ ഭാഗം
പൂർണ്ണമായും തന്നെ അത് പഴുപ്പ് നിറഞ്ഞ ഒരു രീതിയിലേക്ക് വന്നിരുന്നത്, അത് തീർത്തും അവശ നിലയിലേക്ക് വന്നിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. എന്തായാലും അത്തരം കുറച്ചു കാര്യങ്ങൾ കൂടി ഒരു സ്ഥിരീകരണത്തിലേക്ക് അടക്കം എത്തുന്നു എന്നതാണ്. ഇതിൽ അഭയാരണ്യത്തിലേക്ക് ആന ചികിത്സിക്കുന്നതിനായി കൊണ്ടുപോയിരുന്നു. ഇന്ന് രാവിലെയും അത് വെള്ളവും അതോടൊപ്പം തന്നെ മരുന്നുകളോട് പോസിറ്റീവായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു എന്നതാണ് ചികിത്സിച്ച ഡോക്ടർമാർ പറഞ്ഞത്. പക്ഷേ വളരെ പെട്ടെന്ന് ആന കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇതിന് ഹൃദയാഘാതമാണ് ഇതിൻ്റെ ഒരു മരണ കാരണം ചരിയാനുള്ളൊരു കാരണം എന്നതാണ് പ്രാഥമികമായുള്ള ഒരു വിലയിരുത്തൽ ഉള്ളത്. ഇത് സംബന്ധിച്ച കൃത്യമായ രീതിയിൽ തന്നെ അതിന് ഒരു വിശദീകരണം അടക്കം ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ലഭിക്കേണ്ടതുണ്ട്. ഇന്ന് രാവിലെയും അത് പുല്ലും അതോടൊപ്പം തന്നെ വെള്ളവും എടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം ഡോക്ടർമാർ പറഞ്ഞത് ഇന്നലത്തെ കണക്കിൽ ഏതാണ്ട് 150 കിലോ പുല്ലും അതോടൊപ്പം തന്നെ വെള്ളവും എടുത്തിരുന്നു. ഈ വെള്ളം എടുക്കുന്നത് തുമ്പിയിലൂടെ എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല. കാരണം ശ്വസിക്കുന്നത് പോലും ഇതിൻ്റെ ഈ വായുകുംഭത്തിൽ രൂപപ്പെട്ട ആ ഒരു മുറിവിൽ, വലിയ വ്യാസമുള്ള ആ മുറിവിലൂടെ ആയിരുന്നു എന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ തുമ്പിക്കൈ കൊണ്ട് അതിനെ ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക്, ശ്വാസം എടുക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് അതിൻ്റെ ആരോഗ്യസ്ഥിതി മാറിയിരുന്നു എന്നതാണ്. വരും ദിവസങ്ങളിൽ അത് വെള്ളം എടുക്കാനെങ്കിലും അതിനെ കഴിയുന്ന രീതിയിലേക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നു. അത് മാത്രവുമല്ല, ഈ രൂപപ്പെട്ട മുറിവ് അത് മരുന്നുകൊണ്ട് ഉണങ്ങണം, അത് കരിയുകയും വേണം. പിന്നീട് അവിടെ മാംസം വന്ന് നിറഞ്ഞാൽ മാത്രമേ അത് അതിൻ്റെ ഒരു പരിപൂർണതയിലേക്കെല്ലാം തന്നെ എത്തുകയുള്ളൂ. പക്ഷെ അതിന് സമയമെടുക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ഏതാണ്ട് 1.5 മാസത്തോളം അതിൻ്റെ ഒരു ചികിത്സാ കാലയളവ് മാത്രമായിട്ട് അതിനെ കണക്കാക്കിയിരുന്നു. അതിനുശേഷമേ പിന്നീട് ആ മുറിവുകൾ വന്ന് കൂടുകയുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യുള്ളൂ. ഏതായാലും അത്തരമുള്ള ആ ഒരു പ്രതീക്ഷകളെല്ലാം തന്നെ അസ്തമിച്ചിരിക്കുന്നു. ആനപ്രേമികൾ വളരെ സ്നേഹത്തോടെയാണ് ആ ദിവസങ്ങളിലെല്ലാം തന്നെ നോക്കിക്കണ്ടത്. നമുക്കറിയാം, മയക്കുവെടിയേറ്റ് വീഴുമ്പോൾ അവിടെ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആന തൊട്ടടുത്ത് വന്ന് അതിനെ താങ്ങി നിർത്തുന്നതും തലോടുന്നതും എല്ലാം തന്നെ നമ്മൾ വളരെ ആർദ്രമായ ഒരു കാഴ്ചയായിട്ടെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. ഏതായാലും അത്തരം ആ ഒരു കാടിൻ്റെ സ്വച്ഛതയിലേക്കെല്ലാം തന്നെ മടക്കി കൊണ്ടുവരും എന്ന രീതിയിലായിരുന്നു ഈ ചികിത്സയ്ക്ക് ശേഷം അത്തരം ചില ആലോചനകൾ ഉണ്ടായിരുന്നു. എന്തായാലും ആതിരപ്പള്ളിയുടെ ആ പ്ലാന്റേഷനിലേക്ക്, ആ വനാന്തരങ്ങളിലേക്ക് ഇനി ഈ കൊമ്പന് മടക്കമില്ല, അത് ചരിഞ്ഞിരിക്കുന്നു എന്നതാണ്. ശരി, ആതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാന ചെരിഞ്ഞിരിക്കുകയാണ്. ഡാനിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോഴത്തേക്ക് പൂർത്തിയാകുമെന്ന് കരുതണം? അതിൻ്റെ ഒരു ആദ്യഘട്ട നടപടി ഡോക്ടർമാരടങ്ങുന്ന ഒരു സംഘം അത് അവിടെ ഉണ്ട്. അത് കൃത്യമായ രീതിയിൽ ഒരു ഡോക്ടർമാരടങ്ങുന്ന ഒരു സംഘത്തെ ഇതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി മറ്റും നിയോഗിച്ചിരുന്നു. അവരെല്ലാ ദിവസവും അതിൻ്റെ ഒരു പരിശോധന